ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ജനറലി സി സപ്പോർട്ട് ചെയ്യുന്ന 2 ടൈപ്സ് ഓഫ് ഫ്ലോ കൺട്രോൾ ചെയ്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രാഞ്ചിങ് ആൻഡ് ലൂപ്പിംഗ്. ബ്രാഞ്ചിങ് മീൻസ് ഇറ്റ് ഡിസൈഡ്സ് വാട്ട് ആക്ഷൻ ടു ടേക്ക്. അതായത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ബ്രാഞ്ചിങ് ആയിരിക്കും. അതുപോലെ തന്നെ ലൂപ്പിംഗ് മീൻസ് ഇറ്റ് ഡിസൈഡിങ് ഹൗ മെനി ടൈംസ് ടു ടേക്ക് എ സർട്ടൻ ആക്ഷൻ. എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്, ഗോ ടു, ഇവയൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുന്നേ തന്നെ കണ്ടീഷണൽ ബ്രാഞ്ചിങ് ആൻഡ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് എന്തോന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കണ്ടീഷണൽ ബ്രാഞ്ചിങ് മീൻസ് ആ പേര് പോലെ തന്നെ കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ്റെ ബേസിസിലായിരിക്കും നെക്സ്റ്റ് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോഗ്രാമിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ പ്രോഗ്രാമിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ്റെ ബേസിസിലായിരിക്കും. ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, ആ കണ്ടീഷൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇനി ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്, ഇവയൊക്കെയാണ് കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ഒന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് ഇഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിന് എക്സാമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇഫിനകത്ത് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഉള്ളിലായിട്ടായിരിക്കും. ദെൻ ഈ കണ്ടീഷൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അടുത്ത ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും ഇഫിനകത്ത് ഉണ്ടായിരിക്കും. നമുക്ക് ഇഫിൻ്റെ സിൻടാക്സ് പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇതാണ് ഇഫിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇഫ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിന് ഒരു എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും. അത് റിട്ടേൺ ചെയ്യുന്നത് ഇഫിൻ്റെ പരാന്തസിന് ഉള്ളിലാണെന്ന് പറഞ്ഞു. ദെൻ കണ്ടീഷൻ നോക്കണം. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. ഇഫിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കേളി ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ കേളി ബ്രാക്കറ്റിന് അകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. അതർവൈസ്, അതായത് കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻസ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ട്രൂ ആണെങ്കിൽ ഇഫിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക, അതർവൈസ് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫിൻ്റെ ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഇഫ് കണ്ടീഷനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ആ കേളി ബ്രാക്കറ്റിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ്, ഇത് കണ്ടീഷൻ ട്രൂ കേസ്. അതർവൈസ് ഇഫിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോകും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നില്ല, അത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ പോകും. ഇതാണ് ഫ്ലോ ചാർട്ട് ഓഫ് എ സിമ്പിൾ ഇഫ് കൺട്രോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇതെന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഷൻ ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം. യൂഷ്വലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സ്റ്റെൻഷനാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ജനറൽ ഫോം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടീഷണൽ ബ്രാഞ്ചിങ്, അതുകൊണ്ട് എന്തായാലും കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് റിട്ടേൺ ചെയ്തിരിക്കുന്ന പരാന്തസിനുള്ളിലായിരിക്കും. ദെൻ കണ്ടീഷൻ ട്രൂ ആണോ നോക്കും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1
എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇഫിൻ്റെ ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ വന്ന് ചെക്ക് ചെയ്തിട്ട് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻസ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വരും. എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് പറയുന്നത് ഇഫ് ദ എക്സ്പ്രഷൻ ഈസ് ട്രൂ ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 വിൽ ബി എക്സിക്യൂട്ടഡ്. അതായത് ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 വിൽ ബി എക്സിക്യൂട്ടഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത്. കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കിടക്കുന്ന ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് കണ്ടീഷനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസിനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. സപ്പോസ് ഒന്നിൽ കൂടുതൽ ഡിസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും ഇൻ നെസ്റ്റഡ് ഫോം. അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഡിസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. എന്ത് ഫോമിലാണ്? നെസ്റ്റഡ് ഫോമിൽ. അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ്പ്രഷൻ, ഇഫിനകത്ത് കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ ഇഫ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെന്നുണ്ടെങ്കിൽ അത് ഈ ഇഫ് എക്സ്പ്രഷൻ 1ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫുള്ള് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് എൽസ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അല്ല കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഫോൾസ് ആണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഈ എൽസിലോട്ട് വരും. ദെൻ ഈ എൽസിനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഇഫും എൽസും 2 സ്റ്റേറ്റ്മെൻറ്റ്സും കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഒന്നുകൂടി പറഞ്ഞുതരാം. കംപ്ലീറ്റ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ഇഫ് എക്സ്പ്രഷൻ 1 ഈസ് ട്രൂ ആൻഡ് അനദർ കംപ്ലീറ്റ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ഇഫ് എക്സ്പ്രഷൻ 1 ഈസ് ഫോൾസ്. അതായത് ഈ എക്സ്പ്രഷൻ 1 എന്ന് പറയുന്നത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെങ്കിൽ, ഇത് ട്രൂവിൻ്റെ കേസാണ് പറയുന്നത്. അല്ല ഈ എക്സ്പ്രഷൻ 1 എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിൽ ഈ ഇഫ് എൽസ് കണ്ടീഷൻ ഫുള്ള് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എൽസ് ഇഫ് ലാഡർ. എൽസ് ഇഫ് ലാഡർ മീൻസ് ഇറ്റ് യൂസ്ഡ് വെൻ മൾട്ടി-പാത്ത് ഡിസിഷൻസ് ആർ ഇൻവോൾവ്ഡ്. Multi-path decision means it is a chain of ifs in which the statement associated with each else is an if. This construction is known as else if ladder. അതായത് എൽസ് ഇഫ് ലാഡറിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അല്ല കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരു എൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ എൽസ് എല്ലാം ഇഫുമായിട്ടാണ്. അതാ പറഞ്ഞത് ഈച്ച് എൽസ് ഈസ് ആൻഡ് ഇഫ്. ഓരോ എൽസും ഇഫിൽ തന്നെ വീണ്ടും ഒരു കണ്ടീഷനായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ, ഇഫ് കണ്ടീഷൻ നോക്കുക. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ല കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എൽസ് ഇഫിലോട്ട് പോകും. എൽസ് ഇഫ് കണ്ടീഷൻ 2 രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ഇല്ല കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ 3ലോട്ട് പോകും. എൽസ് ഇഫ് കണ്ടീഷൻ 3 ചെക്ക് ചെയ്യും. കണ്ടീഷൻ 3 ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട്
നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും എൽസ് ഇഫ് വെച്ചിട്ട് തന്നെ. അങ്ങനെ ചെക്ക് ചെയ്ത് പോകും. ഈ പ്രോസസ്സിനെ നമ്മൾ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. ദ എക്സ്പ്രഷൻസ് ആർ ഇവാലുവേറ്റഡ് ഫ്രം ടോപ്പ് നിന്നായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വരുന്നത്. As soon as a true condition is found, the statement associated with it is executed and the control is transferred to the statement X. That means skipping the rest of the ladder. അതായത് നമ്മളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇപ്പം കണ്ടീഷൻ 1 ട്രൂ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം കണ്ടീഷൻ 1 നമ്മൾ ചെക്ക് ചെയ്യുമ്പം ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നേരെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിലോട്ട് പോകും. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യും, എടുക്കില്ല. നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടുവാണെങ്കിൽ ആ ട്രൂ കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ദെൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിലോട്ട് പോകും, ഇതിലോട്ട് പോകും. ഇതാണ് പറയുന്നത്. When all the conditions become false, then the final else containing the default statement will be executed. അതായത് ഇപ്പം നമ്മൾ കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്യും. എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്തിട്ടും കണ്ടീഷൻ എല്ലാം ഫോൾസ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ ഈ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. എൽസ് കണ്ടെയ്ൻ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഇതാണ് എൽസ് ഇഫ് ലാഡറിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എൽസ് ഇഫ് ലാഡറിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ 1 ചെക്ക് ചെയ്യുന്നു. n കണ്ടീഷൻസ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ല കണ്ടീഷൻ 1 ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ 2 നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ല ഫോൾസ് ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ 3 ചെക്ക് ചെയ്യും. ഇങ്ങനെ പോകും, n വരെ പോകും ഈ പ്രോസസ്സ്. ഇതിലെ എല്ലാ കണ്ടീഷൻസും തെറ്റായിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ എൽസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഡിഫോൾട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം ഒരു നമ്പർ തന്നിട്ട് അത് ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്പറിന് ഞങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഈവൻ ആണെന്ന്. അല്ല റിമൈൻഡർ 0 അല്ല എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഓഡായിരിക്കും. അപ്പം ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇതായിരിക്കും കണ്ടീഷൻ. ഇഫ് n മോഡുലസ് 2 ഈക്വൽ ടു 0, അതായത് n എന്ന് പറഞ്ഞാൽ നമ്പർ ആയിരിക്കും, ഗിവൺ നമ്പർ ആയിരിക്കും. ഇപ്പം സപ്പോസ് n = 4 ആണ് എടുത്തത്. അപ്പം 4 മോഡുലസ് 2 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 4നെ 2 കൊണ്ട് ഡിവൈഡ്